അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ, വിഷ്ണുവാണ്. ഇപ്പോൾ വിയർസൊക്കെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കുള്ള വഴുതനയും കത്തിരിയൊക്കെ തോന്നിയപ്പോഴുടെ അഭിപ്രായപ്രകാരം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നടന്നിട്ട് അത് ഫംഗസ് വന്നു, അതായത് അതിൻ്റെ മൂട് അഴുകിയങ്ങ് പോകുന്നു, വാടിപ്പോകുന്നു എന്നൊക്കെ രീതിക്കുള്ള നമ്മൾ പിന്നെ കമൻറ്റ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വേറെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിലൊക്കെ നല്ല റിസൾട്ടാണ് നിൽക്കുന്നത്. നമ്മളത് വീഡിയോയിലേക്ക് പോകുമ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്ത് നമ്മളെ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ. ഇത് നമ്മൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള കണ്ണിൻ്റെ കാഴ്ചത്തെ കൂടുന്ന പൊന്നാങ്കണ്ണി ചീരയാണ്. ഓക്കെ, നമുക്കൊരു ട്രേ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് വച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, നല്ല രീതിക്കാണ് നിൽക്കുന്നത് കേട്ടോ. കണ്ണിൻ്റെ കാഴ്ചത്തെ കൊടുത്ത് നല്ല രീതിക്കുള്ള പൊന്നാങ്കണ്ണി ചീര കേട്ടോ. ഇതുപോലെ ട്രേ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ആക്കിയെടുക്കാം. അപ്പോഴേ അതേപോലെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ വരുത്താം. അവിടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കുള്ള ആ വഴുതന കേട്ടോ, നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. നമുക്കിവിടെ എങ്ങനെയാണ് നമ്മൾ വഴുതന കറക്റ്റായിട്ട് തന്നെ നമുക്കൊരു ഫംഗസ് ഒന്നും ഉണ്ടാകുന്ന രീതിയിൽ വാട്ടിൽ നിന്നൊന്നും ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നട്ട് നല്ല കരുത്തോടെ തന്നെ നമുക്ക് തൈകൾ ഉൽപ്പാദിക്കുന്നതൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ രീതിക്ക് നമ്മൾ ചെയ്തെടുത്തതാണ് നോക്കിയാണ്. ഇപ്പോൾ നമുക്കത് ആ വളം ഇടാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വളം കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല രീതിക്കുള്ള കാഫലം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വളക്കൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഇതിപ്പോൾ എല്ലാം പൂ വന്നിട്ടുണ്ട്, ഇവിടെയൊക്കെ കാ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളൊരു ഗ്രീനെറ്റ് വെച്ച് നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു വലക്കൂട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര കുരങ്ങൻ്റെ ശല്യമാണ്. പിന്നെ അതുമല്ല ഇതിനകത്ത് വേറെ പ്രാണികളൊന്നും കഴിക്കാത്ത രീതിക്കാണ് നമ്മളിങ്ങനെ അത് കെട്ടി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെയാണ് ഇതിപ്പോൾ ചെറുതാണ് കേട്ടോ. ഇത് നല്ല വെയിറ്റ് വരുന്നതാണ്. 1/2 കിലോ ഒക്കെ തൂക്കം വരുന്ന ഒരു വഴുതനയാണ്. നമ്മൾ ഇതിൻ്റെ വിത്തൊക്കെ തോനെ പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതായില്ല, ഇത് പിഞ്ചാണ്. ഇപ്പോൾ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. നോക്കി ഇത്ര പൊക്കമായപ്പോൾ തന്നെ അതിൻ്റെ വീഡിയോയുടെ ലിങ്കൊക്കെ നമ്മൾ ഇട്ടിരിക്കാം കേട്ടോ. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വഴുതന നമ്മൾ നട്ട് എന്നൊക്കെ നമുക്ക് ഇട്ടിരിക്കാം കേട്ടോ. അപ്പോൾ അതിലൊക്കെ കയറി കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. നോക്കിയാണ് എല്ലാത്തിനും ഇതാക്കി നല്ല പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും പൂ വന്നിട്ടുണ്ട്. എല്ലാം നല്ല തഴച്ച് വളരുമാണ്. അതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ലീഫ് വയ്ക്കുന്നുണ്ടോ, നല്ല രീതിയിലെ ലീഫാണ് നിൽക്കുന്നതെന്ന് പറയുമ്പം നല്ല രീതിയിൽ നല്ല കൊഴുത്തോടെയാണ്. അതൊക്കെ ഈ മണ്ടഭാഗം നാണ്ട നല്ല രീതിയിൽ തെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മണ്ടഭാഗമൊക്കെ നല്ല രീതിക്ക് തന്നെ ആ ഒരു തെളുത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. വേറെ ഒരു ഫംഗസുകളോ ഒന്നും ഇല്ലാത്ത രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇനി നമുക്ക് ഇതിനകത്തൊരു വളക്കൂട്ടും കൂടെ ചെയ്ത് കൊടുക്കണം. ഈ ഒരു വളക്കൂട്ടും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത നിലയ്ക്ക് തണ്ട് നിറയെ തന്നെ വഴുതന പിടിച്ച് നിൽക്കുന്നത്. ഈ തണ്ട് നിറയെ പിടിച്ച് നിൽക്കുന്നതിൻ്റെ നമ്മൾ ചെറിയ വളക്കൂട്ടുകൾ നമുക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ വഴുതനയായി കത്തിരിയായി അങ്ങനെ പയറായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തുടക്കത്തിലേ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണിച്ചു തന്നാലും മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് വളക്കൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വളക്കൂട്ട് തയ്യാറാക്കാനേ ആദ്യം വേണം കുറച്ച് മണ്ണാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഞാൻ പറയില്ലേ, നമുക്ക് എന്ത് വളം കൊടുക്കുമ്പോഴും കറക്റ്റായിട്ട് നമുക്ക് കുറച്ച് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ വളം കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായുള്ള നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് മണ്ണ് കേട്ടോ നമ്മളെടുത്തു, കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് നമ്മൾ. ശേഷം ഇത് നമ്മളെ ഈ ആട്ടുമുഴുക്കാണ് കേട്ടോ. ആട്ടുമുഴുക്കയും അതേപോലെ തന്നെ ചാണകപ്പൊടിയും അതേപോലെ തന്നെ നമ്മൾ ആ കോഴിവളം കുറച്ച് കോഴിവളം കൂടെ കൊടുത്തിട്ടുണ്ടേ. നമ്മൾ കോഴിവളം കൊടുക്കാൻ നേരത്ത് അതിൻ്റെ അതിൻ്റെ ആ ചൂട് കളഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ. കുറച്ച് ഗ്ലൗസ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോഴേ നമുക്ക് ചെയ്യേണ്ട കുറച്ച് ഗ്ലൗസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോഴിവളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം എന്തെങ്കിലുമൊക്കെ വന്നാലേ കുറച്ച് നമുക്കിതെല്ലാം കൂടെ കൊട്ടിട്ട് കൊടുക്കണേ. ഉള്ള ചെടിയൊക്കെ മാറ്റിക്കളെ ചാക്കിനകത്ത് ഇരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടൊരു കഴിക്കട്ടെ. പിന്നെ നമ്മൾ കൊടുക്കാനുള്ളപ്പം പൊട്ടാസ്യം കൊടുക്കാനുള്ള പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ ചാമ്പൽ, വിറകത്തിക്കുന്ന ചാമ്പലാണ് വേണ്ടത്. ധാരാളം തന്നെ നല്ല രീതിക്ക് തന്നെ പൂക്കാൻ നല്ല സഹായിക്കുന്നതാണ് നമ്മുടെ ചാമ്പൽ കേട്ടോ. അത് നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കാനുള്ളപ്പോൾ നല്ല പൊട്ടാസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള നമുക്കുള്ള എല്ലുപൊടി, കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ ഇതും കൂടെ കൊടുക്കാൻ നേരം നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. കുറച്ച് എല്ലുപൊടി. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളപ്പം എന്ത് കൊടുത്താലും കുറച്ച് pH കൊടുക്കുന്നത് നല്ലതായിരിക്കും. മണ്ണിൽ pH ലെവലിൽ നിർത്താൻ വേണ്ടി കുറച്ച് pH ബൂസ്റ്റർ കേട്ടോ. കുറച്ച് pH. അതുപോലെ തന്നെ നമുക്ക് മണ്ണിന് നമുക്കുള്ള
കറക്റ്റായിട്ട് നമുക്കുള്ള ആ ഒരു നമുക്ക് നല്ല പച്ചലപ്പ് പിടിച്ച് നിൽക്കാൻ വേണ്ടി നമ്മൾ ലീഫിനൊക്കെ നല്ല പച്ചലപ്പ് പിടിച്ച് നിൽക്കാൻ വേണ്ടി കുറച്ച് ഡോളോമേറ്റേ അല്ലെങ്കിൽ ബയോഗ്രീൻ കേട്ടോ. അപ്പോൾ ഇത്രയും കൊടുത്താൽ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കൊടുക്കുമ്പോഴെപ്പോഴും മണ്ണുമായിട്ട് മിക്സ് ചെയ്താണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് കിട്ടുന്നത് കേട്ടോ. എന്നാലും മാത്രമേ നമുക്ക് പെട്ടെന്ന് അത് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വളം നല്ല രീതിക്ക് തന്നെ അത് പിടിക്കും കേട്ടോ. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല രീതിക്ക് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇളക്കിയെടുത്ത് ആ വളമായിട്ട് മണ്ണും വളമായിട്ടൊന്ന് ലയിക്കുമ്പോഴാണ് നമുക്ക് ആ വളത്തിൻ്റെ ആ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പെട്ടെന്ന് ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും കേട്ടോ. നല്ല കായ് പിടിക്കുക തന്നെ വേണം കേട്ടോ. കായ് പിടിക്കാനൊക്കെ നമ്മൾ പിന്നെ ചാണകപ്പൊടി കൊടുത്തിട്ടുണ്ട്, നൈട്രജൻ കണ്ടൻ്റാണ്. അതുപോലെ പൂക്കാൻ വേണ്ടി പൊട്ടാസ്യം കണ്ടൻ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ വളങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചുവട്ടിൽ നമ്മൾ കൊടുക്കാൻ നേരത്ത് ഇതിൻ്റെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളകി കൊടുക്കണം. ഇപ്പോൾ എന്ത് വളം കൊടുക്കുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളകി കൊടുത്തിട്ടാണ് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാനുള്ള. ഇപ്പോൾ നോക്കിയാണ് നമ്മൾ നേരത്തെ കൊടുത്ത വളം നല്ലതൊക്കെ തന്നെ പിടിച്ചിട്ടുണ്ട്, നല്ല വേരുണ്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ ഈ ഒരു വളം കൂടെ അങ്ങോട്ട് കുറച്ച് കൊടുക്കാം. ഇപ്പോഴേ എന്ത് വളം കൊടുക്കുമ്പോൾ നമുക്ക് മണ്ണുമായിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് അത് കിട്ടുന്നത് കേട്ടോ. ഇത്രയും മതിയാവും. എല്ലാത്തിനും കൊടുക്കാം. അതിൽ നമ്മൾ ഇതിൻ്റെ താങ്ങിന് വേണ്ടി ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് വെള്ളം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പിന്നെ ഇവിടെ എത്ര അതിനുള്ള സ്ഥലം കുറവാണ്. അപ്പോൾ സ്ഥലമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്കൊരു വേലിയായിട്ട് വെച്ച് കൊടുത്താൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴിത് കറക്റ്റായിട്ട് നമ്മൾ ഈ കറക്റ്റായിട്ട് താങ്ങി നിൽക്കും. അതിൻ്റെ വെയിറ്റ് അതിനകത്ത് തന്നെ അങ്ങ് നിൽക്കും. നമുക്ക് കറക്റ്റ് കാഫല നമുക്ക് കിട്ടും, ഒടിഞ്ഞൊന്നും പോകത്തില്ല. ആ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിക്കുള്ള കൂട്ടുവളമാണ്. എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് നമുക്കുള്ള വെണ്ടയാണ് കേട്ടോ. ഇത് ഒരടി നീളം വരുന്ന വെണ്ടയാണ്. നമ്മൾ ഇതിൻ്റെ വിത്തും നമ്മൾ തോനെ പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്കുള്ള റിസൾട്ടാണ്. ഇതാ ഇപ്പം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. എത്ര ഇത് പൊക്കമേ ആയിട്ടുള്ളൂ കേട്ടോ. ചെറുതിലേ തന്നെ കായ്ച്ചു തുടങ്ങും കേട്ടോ. രീതിക്കുള്ള പോട്ടിമിക്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ രീതിക്കുള്ള പോട്ടിമിക്സ് കൊടുത്താൽ നല്ല രീതിക്ക് തന്നെ അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെല്ലാ വഴുതനയും കത്തിരിയായിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭാഗത്തായിട്ടും എല്ലാം ഉണ്ട്. നമുക്ക് ഇതെല്ലാം ഗ്രീനീറ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം കായകൾ പിടിച്ച് വയ്ക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിന്നെ കുലയിലൊക്കെ വരുന്നതൊക്കെ നല്ലതൊക്കെയുള്ള പിന്നെ കുല കുത്തി തന്നെ കാച്ചെടുപ്പുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇതെല്ലാം നല്ലതൊക്കെയുള്ള ഫ്ലവറും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ പിടിക്കുന്ന കായെല്ലാം പൂവെല്ലാം കായാവുന്നതുണ്ട് കേട്ടോ. ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിക്കുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോഴേ സുഹൃത്തുക്കളെ, അപ്പോഴേ നോക്കിയാൽ നമ്മൾ ഈ ഒരു വഴുതന കണ്ടോ. ഈ വഴുതനൊക്കെ ഇത്ര പൊക്കമായേ ഉള്ളൂ. അതിപ്പോൾ തന്നെ അത് നല്ല രീതിയിൽ കാഴ്ച കിടപ്പുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പൂ വന്നു കേട്ടോ. ഇതൊക്കെ പൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് അങ്ങ് നിൽക്കും കേട്ടോ. ആ രീതിക്കുള്ള വളങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ വളങ്ങൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് കാഴ്ച തുടങ്ങിയുള്ളൂ. ഇതിൻ്റെ നല്ല രീതിക്കുള്ള കാഫല നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ വളക്കൂട്ടും കൂടെ കൊടുത്താലുണ്ടല്ലോ നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ തണ്ട് നിറയെ നമ്മൾ കാച്ചെടുക്കുമെന്ന് പറയേണ്ട കേസെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിക്കുള്ള വളങ്ങൾ തന്നെ കൊടുക്കുക. നമ്മൾ തണ്ട് നിറയെ തന്നെ നമുക്ക് വഴുതനയായാലും കത്തിരിയായാലും നമുക്ക് കാച്ചു കിടക്കും. അപ്പോൾ ഈ വളക്കൂട്ട് നമുക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. പിന്നെ പറയുന്ന ദിവസം ഈ രീതിക്കുള്ള വളങ്ങൾ തന്നെ കൊടുക്കുക. അപ്പോഴേ വ്യത്യസ്തമായ പുതിയൊരു കണ്ടന്റുമായി വരുന്നവരെ ഗുഡ് ബൈ.